ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ ചില ജീവിതം ഇന്നുകൊണ്ട് മാറാൻ പോകുകയാണ്? ഞാനൊരു കാര്യം തുറന്നു പറയാം. ഇടയിൽ മന്ത്രവാദം, ആഭിചാരം ഇതിനൊക്കെ ഭയങ്കര സ്ഥാനമാണ്. ആമേൻ. എന്നാൽ ഈ വെള്ളക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട്, വചനത്തോട് ഒരു ഭയങ്കര ഉറപ്പാണ്. അവര് ദൈവവചനം കേട്ട് അതുപോലെ അങ്ങ് വിശ്വസിക്കും. സ്തോത്രം സ്തോത്രം. എല്ലാവരുമല്ല, വിശ്വസിക്കുന്നവർ അതുപോലെ വിശ്വസിക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് രണ്ടും വേണം, ആരാധനയും വേണം. ഉറക്കെ പറഞ്ഞേട്ടെ വചനം. ഒന്നുകൂടെ പറഞ്ഞേട്ടെ വചനം. സ്തോത്രം. എന്റെ ജീവിതത്തിൽ പല വിടുതലുകളും നടന്നത് ദൈവത്തിന്റെ വചനത്താല. ദൈവം ഒരു കാര്യം എന്നോട് ശക്തമായി പറഞ്ഞാൽ പിന്നെ എനിക്ക് ലോകം മൊത്തം ഇളകി മറിഞ്ഞാലും എനിക്ക് അതിൻ്റെ അവിശ്വാസമില്ല. ദൈവം പറഞ്ഞാൽ ദൈവം ചെയ്യും. സ്തോത്രം 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 സ്തോത്രം. അത് ദൈവമക്കൾ രാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു കാര്യം കൂടെ ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവം ചേട്ടമേൽ ഇന്ന് പകൽക്ക് ചില പ്രത്യേക കൃപകൾ പകരാൻ പോകുകയാണ്. പ്രത്യേക കൃപകൾ. ആമേൻ. ഇതൊക്കെ പിന്നെ ഞാൻ പറയാം. എനിവേ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഒന്ന് അറിയാം. ഹൗ മെനി ഓഫ് യു റിയലി ബിലീവ്? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഈ വചനത്തിന് മാറ്റമില്ല? ആമേൻ. ഈ വചനം ഇന്നും ശക്തിയുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ശരിയാണോ? ആമേൻ. നമുക്കതുകൊണ്ട് ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. ഞാൻ യൂസ് ചെയ്യുന്നതിന് ഇംഗ്ലീഷ് ബൈബിളാണ്, ചിലപ്പോൾ ഞാൻ തർജ്ജമ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കണം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നു. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശു ക്രിസ്തു വിശ്വസിക്കാത്തോടെ മുമ്പിൽ പോയി സമയം വേസ്റ്റ് ചെയ്യത്തില്ല. ആമേൻ. വിശ്വസിക്കാത്ത പുള്ളികളുടെ അടുത്ത് അവർ ചോദ്യം കൊണ്ട് വന്നപ്പോൾ യേശു മറുപടി പറയത്തില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന് സംസാരിക്കാനുള്ള വിശ്വസിക്കുന്ന യഹൂദന്മാരോട്. ആമേൻ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാത്തോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ വിശ്വസിക്കുന്നോട് ദൈവം അടുത്ത ലെവൽ പറഞ്ഞു കൊടുക്കാൻ പോകുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ദൈവവാഗ്ദത്തം കേട്ടപ്പോൾ വിശ്വസിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ അടുത്ത ദൈവം പറയാൻ പോകുകയാണ്. അത് ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. യേശു വിശ്വസിക്കുന്നതോട് മാത്രമേ വചനം സംസാരിക്കാറുള്ളൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പല രാജ്യങ്ങളിൽ വിശ്വസിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഒത്തിരി വിശ്വസിക്കുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ ഒത്തിരി വിശ്വസിക്കുന്നവരുണ്ട്. സ്തോത്രം. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അതിശക്തമായ അത്ഭുതങ്ങൾ കാണാറുണ്ട്. നിങ്ങൾക്കറിയാമോ, എടുത്തോണ്ട് വരുന്നവർ തിരിച്ച് നടന്നുകൊണ്ട് ഓടിപ്പോകും. സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസത്തെക്കാളും കൂടുതൽ അവിടെ വിശ്വാസമാണ്. പക്ഷെ ഇന്ന് പകൽക്കാൽ കേരളത്തിൽ പുത്തൂറിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കി യേശു നടപ്പുണ്ട്. സ്വത്രം സ്വത്രം. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവര് ഉള്ള ദൈവമക്കൾ രാമ്യം പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വത്രം സ്വത്രം. പാടുന്നവരോടുണ്ട്, ആരാധിക്കുന്നവരോടുണ്ട്. പക്ഷെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് യേശു നോക്കിക്കൊണ്ടിരിക്കുക. ദൈവമക്കൾ രാമ്യം പറഞ്ഞ വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? ദൈവത്തിന്റെ വചനത്തിന് ഇന്നും ശക്തിയുണ്ട്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. ഇതുപോലെ വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഒരാൾ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. സ്വത്രം സ്വത്രം. ഐ ബിലോങ് ടു ദ ക്ലബ് ഓഫ് ദ ബിലീവേഴ്സ്. ഐ ബിലോങ് ടു ദ ക്ലബ് ഓഫ് ദ ബിലീവേഴ്സ്. ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. ഉറക്കെ പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. സ്തോത്രം സ്തോത്രം. ഇനി ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് നോക്കി അതിനെ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ നോക്കേണ്ട ദൈവം പറഞ്ഞ ദൈവത്തിന്റെ കഴിവാ. സ്തോത്രം. ഞാൻ ഈ കാര്യം പറയട്ടെ. എന്നോട് പറഞ്ഞ പല വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിച്ചു. പല വാഗ്ദത്തങ്ങൾ ഒരു രീതി പോലും നടക്കുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ദൈവം പല വാഗ്ദത്തങ്ങൾ പറഞ്ഞത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഫാമിലി ഇവിടെ ഒരുപ്പുണ്ട്. ഒത്തിരി ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കുഞ്ഞു പ്രായത്തിൽ വെച്ച് ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. സ്തോത്രം. എൻ്റെ ഫാദർ ബാംഗ്ലൂർ വരുന്ന പ്രത്യേക ജോലിക്ക് വേണ്ടി അവിടുന്ന് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിച്ചാണ് വരുന്നത്. അതെല്ലാം തകർന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 12 വയസ്സ് അഭിഷേകം പ്രാപിച്ചു. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. 12 വയസ്സ് അഭിഷേകം പ്രാപിച്ചു. ആ ദിവസങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇന്ന് എൻ്റെ 2 കുഞ്ഞുങ്ങളോട് പറഞ്ഞു. സ്തോത്രം. മക്കളെ, ആ സമയത്ത് എനിക്ക് ഒറ്റ പ്രത്യേകത, ടെറസിന് മണ്ട കയറി രാത്രി മൊത്തം നടന്ന് ദൈവസന്നിധി ചില കാര്യങ്ങൾ ഏറ്റു പറയുക. ഒന്നും അറിയത്തില്ല പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥിക്കാൻ ഭയങ്കര വെമ്പല. സ്തോത്രം. അന്ന് പ്രാർത്ഥിച്ച പല വിടുതലുകളും ഇനി അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പൊ ആ ദിവസങ്ങളിൽ എനിക്ക് ആരാണ്ട് ഒരാള് പുതിയ സൈക്കിൾ മേടിക്കാൻ നിവൃത്തിയില്ല. ആരാണ്ട് ഒരാൾ എനിക്കൊരു 3 പേര് ഉപയോഗിച്ച് സൈക്കിൾ മേടിച്ചു തന്നു. മേടിച്ചു തന്നല്ല, ഗിഫ്റ്റ് തന്നു.
3 പേര് ഉപയോഗിച്ച സൈക്കിൾ. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാനേ ഉള്ളൂ അതിന്റെ കണ്ടീഷൻ. ബെല്ല് വർക്കാവുമ്പോൾ ബ്രേക്ക് വർക്കാവത്തില്ല. സ്തോത്രം. വല്ലാത്തൊരു കണ്ടീഷനുള്ള ഒരു സൈക്കിള്. പലപ്പോഴും ആ സൈക്കിളിന് ഫ്ലാറ്റ് ടയർ ഉണ്ടാകാറുണ്ട്, പഞ്ചർ ആകാറുണ്ട്. എന്നാൽ അത് ഒട്ടിക്കാൻ പോലുള്ള കാശ് അന്ന് കയ്യിലില്ല. 2 രൂപയാണ് ഒരു മുസ്ലിമിന്റെ കടയിലാണ് ഇത് ഒട്ടിക്കേണ്ടത്. ചിലപ്പോൾ ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയം ഫസ്റ്റ് PUC ഓർത്തോണം, ഞാൻ ആ സൈക്കിൾ കൊണ്ട് ആ കടയെ വെച്ചിട്ട് അയാൾ പറയും ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വന്ന് ഇത് മേടിച്ചോണ്ട് പോകാം. 2-3 ദിവസമായിട്ട് തിരിച്ചു ചെല്ലുന്നത്. ആ സമയത്ത് അയാൾ വേണ്ടാത്ത ചീത്ത എല്ലാം വിളിക്കും. നിന്റെ അപ്പന്റെ വകയാണോടാ ഈ സൈക്കിൾ ഷോപ്പ്, ഇതൊക്കെ പറയും. സ്തോത്രം. എന്നാൽ ആ ദിവസം ഏത് പ്രവാചകൻ വന്നാൽ തലേ കൈവച്ച് പറയുന്ന വാക്ക്, നിന്റെ ജീവിതം മൊത്തം പ്ലെയിനയിലായിരിക്കും. സ്തോത്രം. നീ രാവിലെ ഒരു രാജ്യത്തിൽ ആഹാരം കഴിക്കും, ഉച്ചകലത്തെ ഭക്ഷണം വേറെ രാജ്യത്തിലായിരിക്കും, രാത്രി നീ വേറെ രാജ്യത്തിലായിരിക്കും. നിന്റെ രാത്രിയുടെ സപ്പർ. ഞാൻ പറഞ്ഞ കർത്താവ് ആദ്യം പഞ്ചറിന്റെ കാര്യം പറ, പിന്നെ പ്ലെയിന്റെ കാര്യം പറയാം. സ്വത്രം സ്വത്രം സ്വത്രം. പക്ഷെ ദൈവം എന്റെ കണ്ടീഷൻ നോക്കിയല്ല ദൂത് പറയുന്നത്. ദൈവത്തിന്റെ കരിമറിഞ്ഞാണ്, ദൈവത്തെ ശക്തിയോടാണ് ദൈവം ദൂത് സംസാരിക്കുന്നത്. വിശ്വ ദൈവം ഒരു ആമീൻ പറഞ്ഞു. God speaks according to his capacity. Hallelujah. Hallelujah. അപ്പൊ അന്നൊരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കൂടെ വല്ലപ്പോഴും ഞങ്ങളുടെ വീണ്ടും മണ്ടക്കൂടെ പ്ലെയിൻ പോകും. അതല്ലാതെ പ്ലെയിൻ കാണാൻ ഒരു മാർഗമില്ല. പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വെള്ളക്കാർക്ക് പാസ്റ്ററാക്കി മാറ്റും. സ്തോത്രം. ഈ കൊച്ചു പയ്യനെ വെള്ളക്കാർക്ക് പാസ്റ്ററാക്കി മാറ്റും. വരുന്ന പ്രവാചകന്മാർ മൊത്തം പറയുന്നത് ഈ പ്ലെയിനിലെ യാത്ര. നിങ്ങൾക്കറിയാമോ, ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതം പകുതി മുക്കാലും പ്ലെയിൻ യാത്രയായി മാറിയിരിക്കുക. സ്തോത്രം. 10, 100, 120 ഒക്കെയാണ് പ്ലെയിനുകൾ ഒരു വർഷം ഞാൻ മിക്കവാറും എടുക്കുന്നത്. സ്തോത്രം. അതുപോലത്തെ യാത്രയിലേക്ക് ദൈവം മാറ്റി. ഇപ്പോൾ അങ്ങനെ മാത്രമല്ല, ഞാൻ സാധാരണ ടിക്കറ്റ് എടുത്തോണ്ട് പോയാലും ഇപ്പം എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തെ ചിലര് ഒരു അറിയാത്ത ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് അത് ബിസിനസ് ക്ലാസും ഫസ്റ്റ് ക്ലാസ് ആക്കി പ്രൊമോട്ട് ചെയ്യുക. സ്വത്രം സ്വത്രം. 10,000 രൂപ എക്സ്ട്രാ കൊടുത്ത് മേടിക്കുന്ന ടിക്കറ്റാ, പക്ഷെ എനിക്ക് അങ്ങ് ഫ്രീ ആയിട്ട് തരിക. കാരണം അന്ന് പറഞ്ഞ വാഗ്ദത്തം ഇപ്പോൾ ദൈവം എല്ലാ മണ്ഡലത്തും നിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ ബിസിനസ് ക്ലാസ് പ്ലെയിനിൽ 3 ഇതാണല്ലോ, എക്കണോമി, ബിസിനസ്, ഫസ്റ്റ് ക്ലാസ്. ഞങ്ങളൊക്കെ യാത്ര എക്കണോമിയിൽ, അല്ലെങ്കിൽ ഭയങ്കര കാശ് കൊടുക്കണം. ബിസിനസ് ക്ലാസ് ഇച്ചൂടെ വലിയ കസേര, ഇച്ചൂടെ രാജകീയമായിട്ടിരിക്കാം. അതിനേക്കാൾ ഉയർന്നാണ് ഫസ്റ്റ് ക്ലാസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തിന്റെ മീറ്റിംഗ് വരുമ്പോൾ എനിക്ക് ബിസിനസ് ക്ലാസ് വന്നു. ബിസിനസ് ക്ലാസ് ഞാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. നോക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ക്ലാസ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. അതുപോലെ വലിയ വലിയ മന്ത്രിമാരൊക്കെ മാത്രം യാത്ര ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ്. സ്തോത്രം. ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, കർത്താവ് ഇതിലൊന്ന് കയറിയിരുന്നെങ്കിൽ. ഗ്രീഡിനെസ് കുറച്ചുണ്ട്. സ്തോത്രം. ബിസിനസ് ക്ലാസ് ഇരുന്നിട്ടായി പറയുന്നത്, കർത്താവ് ഇതിലൊന്ന് കയറിയിരുന്നെങ്കിൽ ഇറ്റ് കൊള്ളായിരുന്നു, കാശൊന്നുമില്ല അതിൽ കയറാൻ. സ്തോത്രം. അങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തെ മീറ്റിംഗ് ഞാൻ തിരിച്ചു പോവുകയാണ്. സുരേഷ് ബാബു ആണ് എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. സുരേഷ് ബാബു ഡ്രോപ്പ് ചെയ്തു. ഞാൻ അകത്തോട്ട് എന്ന് ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ ഒത്തിരി തളർന്നിരിക്കുക, എനിക്ക് ബിസിനസ് ക്ലാസ്സിലും കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എപ്പോഴും കിട്ടണമെന്നില്ല. ഇന്ന് ഞാൻ ചെന്നു, അവരെന്നെ ടിക്കറ്റ് കൊണ്ട് മേടിച്ചിട്ട് പറഞ്ഞു, സാർ വി ആർ ഗിവിംഗ് യു ബിസിനസ് ക്ലാസ് ബോർഡിംഗ് പാസ്. എനിക്ക് ബിസിനസ് ക്ലാസ്സിന്റെ ബോർഡിംഗ് പാസ് വന്നു. ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്, ബിസിനസ് ക്ലാസ് ലൗഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ബോർഡിംഗ് പാസ് വന്ന ആ മനുഷ്യൻ ഓടി വന്നിട്ട് പറയുകയാണ്, സാർ നിങ്ങളുടെ ബോർഡിംഗ് പാസ് തിരിച്ചു തന്നാട്ടെ. ഞാൻ പറഞ്ഞു, കർത്താവേ അനുഗ്രഹം തന്നിട്ട് തിരിച്ചെടുക്കുവായിരുന്നു. സ്വന്തം ബോർഡിംഗ് പാസ് ഇങ്ങനെ തിരിച്ചെടുത്ത് പറഞ്ഞു, സർ വി ഹാവ് ജസ്റ്റ് ഡിസൈഡഡ് ടു പ്രൊമോട്ട് യു, അപ്ഗ്രേഡ് ടു ദ ഫസ്റ്റ് ക്ലാസ്. ആമേൻ. ചുമ്മാ ഒന്ന് മനസ്സിൽ കൂടെ പ്രാർത്ഥിച്ചേ ഉള്ളൂ, ദൈവം ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റി. ഇതാണ് ദൈവം പറഞ്ഞ വാഗ്ദത്തം. നിങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ട. ദൈവം ഒരു വിഷയം പറഞ്ഞ് ദൈവത്തെ അറിയാൻ ചെയ്യാൻ അത് വിശ്വ ദൈവമൊക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. യു ജസ്റ്റ് ഹാവ് ടു ബിലീവ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഞാൻ ചോദിക്കട്ടെ, വിശ്വസിക്കുന്ന യഹൂദന്മാർ ഇവിടെ ഉണ്ടോ? കുറ്റം പറയുന്ന യഹൂദന്മാർ ഇഷ്ടം പോലുണ്ട്, നിരൂപിക്കുന്ന യഹൂദന്മാർ കേരളത്തിൽ ഇഷ്ടം പോലുണ്ട്. എന്താ ദൈവത്തിന് അറിയേണ്ടത്? വിശ്വസിക്കുന്ന യഹൂദന്മാർ ഈ നാട്ടിലുണ്ടോന്ന്. അവരോട് ദൈവത്തിൽ ചില കാര്യങ്ങൾ സംസാരം പറഞ്ഞാട്ടെ, അദ്ദേഹം എന്നെ കുറിച്ചാണെന്ന് പറയുന്നത്. കമോൺ, ഐ തിങ്ക് ഈസ് ടോക്കിംഗ് അബൌട്ട് മീ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസി യഹൂദന്മാരുടെ മോഹം കണ്ടറിയാം. ഹല്ലേലൂയ. അപ്പൊ വിശ്വസിക്കുന്ന യഹൂദന്മാർ യേശു പറയുകയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ, ദൈവത്തിന് എല്ലാ വിടുതലും വ്യാപരിക്കുന്നത് നിങ്ങൾ സത്യം അറിയുമ്പോഴാണ്. നിങ്ങളുടെ വിടുതൽ, സ്വാതന്ത്ര്യം നടക്കുന്നത് സത്യത്തിൽ കൂടെയാ. അങ്ങനെയാണ് നിങ്ങളുടെ ബന്ധനം നടക്കുന്നത്. എങ്ങനെയാ? വെരി വെരി എലിമെന്ററി ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വിടുതൽ നടക്കുന്ന സത്യത്തിൽ കൂടെയാണെങ്കിൽ നിങ്ങൾ ബന്ധിക്കപ്പെടുന്നത് ഏത് രീതിയിലാണ്? നിങ്ങളെ ബന്ധനം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്?
മന്ത്രവാദം കൊണ്ടാണോ, ആഭിചാരം കൊണ്ടാണോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ബന്ധിക്കപ്പെടുന്നത്? നമ്മളുടെ ഏറ്റവും പ്രസിദ്ധമായ വാക്ക് ബന്ധനം. ഇന്ന് അറിയണം എന്തുകൊണ്ട് നിങ്ങൾ ബന്ധിക്കപ്പെടുന്നത്. സ്വതന്ത്രം. അപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യമാകുന്ന സത്യം അറിഞ്ഞാണെങ്കിൽ ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുന്ന സത്യത്തിൽ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഓർത്തോണെ, പിശാച് നിങ്ങളെ ബന്ധിക്കുന്നത് കള്ളം പറഞ്ഞ. സ്വത്രം നിങ്ങളെ കള്ളം വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ബന്ധനത്തിലായത്. ഇന്ന് പൽക്ക് ആ ബന്ധനം പൊട്ടിക്കാൻ 21 ദിവസം ഇരിക്കേണ്ടുന്ന ആവശ്യമില്ല. ഇന്ന് പൽക്ക് സത്യം അറിഞ്ഞാൽ ബന്ധനം പൊട്ടാൻ പോകുകയാ. അത് വിശ്വ ദൈവമക്കൾ മാത്രം ഒരു ആമീൻ പറഞ്ഞാട്ടെ. പിശാച് കള്ളം പറഞ്ഞാണ് നിങ്ങളെ കെട്ടുന്നത്. കമോൺ, കള്ളം പറഞ്ഞ് അവൻ ബന്ധിക്കുന്നത്. ഈ പകൽക്കാലം സത്യം ദൈവം അയച്ച് നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. അത് വിശ്വ ദൈവമക്കൾ ഉറക്കെ ആമീൻ പറഞ്ഞാട്ടെ. ദിസ് ഈസ് പവർഫുൾ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി പിശാചിന്റെ ബന്ധനവും ദൈവത്തെ സത്യം നമ്മൾ വ്യത്യാസമുണ്ട്. പിശാച് ഭയങ്കര ഗ്രാഫിക് ഡിസൈനറാ. സ്വത്രം നല്ല ആനിമേഷൻ ഉള്ളവനാ. എന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അവൻ കാണിച്ച് തന്നിട്ടാണ് അവൻ നിങ്ങളെ ബന്ധിക്കുന്നത്. പിശാചിന്റെ കള്ളം നമുക്ക് വിശ്വസിക്കാൻ തോന്നിപ്പോകും. ഔവ്വയെ ആ കള്ളം പറഞ്ഞപ്പോൾ ഒരു ആപ്പിൾ കാണിച്ചു കൊടുത്തു. യേശുവിനോട് മുകളിൽ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഈ ഭൂമിയിലെല്ലാം കാണിച്ചു കൊടുത്തു. പിശാച് എന്തെങ്കിലും പറഞ്ഞാൽ കാണിച്ചു തന്നിട്ടാ അവൻ പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത കാണിച്ചിട്ടല്ല അവൻ പറയുന്നത്. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമോ? ആദ്യം വിശ്വസിക്കണം, പിന്നെ കാണുന്നത്. പിശാച് അങ്ങനല്ല, ആദ്യം കാണിക്കും, പിന്നെ വിശ്വസിപ്പിക്കും. ദൈവം പറയുന്നത് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ പകൽക്കാ മരണം മനസ്സിലാക്കി ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. Are you ready? Hey. Come on, hallelujah. Somebody say preach pastor. Hallelujah. Preach, hallelujah. ഇന്ന് പകൽക്കാൽ ദൈവം പറയുകയാണ്, ഞാൻ ഒന്നും കാണിച്ചു. നമുക്ക് ദൈവം വാക്ത മകനെ, ഞാൻ നിന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ പോകുകയാണ്. ഉടനെ നമ്മൾ ചോദിക്കുക, കർത്താവേ വീസ കാണിച്ചാട്ടെ. സ്വത്രം നമുക്കറിയേണ്ടത്, നമ്മൾ കർത്താവേ പിശാച് പറഞ്ഞപ്പോൾ കാണിച്ചു, നിനക്ക് ആർത്രൈറ്റീസാ. എന്റെ ശരീരം കണ്ടറിയാം. സ്വത്രം നിന്റെ കുടുംബം തകരുകയാ. ഇന്നത്തെ കുടുംബത്തെ അവസ്ഥ കണ്ടാൽ അറിയാനുണ്ട്. അവൻ കാണിച്ചിട്ടാ അവൻ പറയുന്നത്. ഈ പകൽക്കൽ ദൈവം പറയുക, ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, യേശു ക്രിസ്തു നിങ്ങളുടെ രക്തം കൊണ്ട് യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തെ കഴുകിയെന്ന് നിങ്ങൾക്ക് എത്രയൊക്കെ വിശ്വാസമുണ്ട്? നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും അകത്ത് വന്ന് യേശു ഇങ്ങനെ രക്തം കൊണ്ട് മകനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടോ? പിന്നെ നിങ്ങൾ വിശ്വസിച്ചത് എന്തുകൊണ്ട് വിശ്വസിച്ചു? കമോൺ, ഉറക്കെ പറഞ്ഞാട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല, പിന്നെ എന്തിനു വിശ്വസിച്ചു? ഉറക്കെ പറ. വചനം പറഞ്ഞതുകൊണ്ട്. സ്തോത്രം. ഇനി യേശു ക്രിസ്തു മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾ വിശ്വസിക്കുന്നു? കണ്ടോ? പിന്നെങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു വാക്ക് പറയാൻ പോകുക. നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് കഴിഞ്ഞു. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. അത് വിശ്വ ദൈവമക്കൾ മാത്രമേ ആമീൻ പറഞ്ഞാട്ടെ. നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് കഴിഞ്ഞു. യേശുവിനെ ഉയർപ്പിച്ച അതേ ദൈവം നിങ്ങളെ ഉയർപ്പിച്ച് കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിന്റെ കൂടെ ഇരുത്തിയിരിക്കുക. വിശ്വ ദൈവമക്കൾ മാത്രം ഒരു ആമീൻ പറഞ്ഞാട്ടെ. He has already done it. Hallelujah. Hallelujah. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന എവിടാണ്? കമോൺ പറഞ്ഞ, ഞാനിപ്പോൾ ഇരിക്കുന്ന എവിടാണ്? ഒന്നുകൂടെ പറഞ്ഞ, ഞാൻ ഇരിക്കുന്ന എവിടാണ്? സ്വത്രം. അല്ലാതെ പുത്തൂരില് ഒരു ചെറിയ മൈതാനത്തിനകത്തല്ല ഞാൻ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന എവിടാണ്? എന്നിട്ട് എവിടാണ്? എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും മീതെ ദൈവം എന്നെ ഇരുത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദി എന്റെ കാലിന്റെ അടിയിലാണ്. ഏറ്റവും വലിയ ശക്തി എന്റെ കാലിന്റെ അടിയിലാണ്. വിശ്വ ദൈവമക്കൾക്കായി ദൈവത്തെ വിശ്വ ദൈവമക്കൾ മാത്രം ആമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കണ്ടിട്ടല്ല, വചനം പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. സ്തോത്രം. അപ്പൊ ഇനി യേശുവിന്റെ വചനം പറയാൻ വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ജയാളികളെക്കാളും അധികമാകുന്നു. യു ആർ മോർ ദൻ എ കോൺകറർ.
എന്ന് വെച്ചാൽ നിങ്ങൾ ജയത്തിന് പ്രാർത്ഥിക്കുകയല്ല, നിങ്ങൾ ജയിച്ചു, ജയിച്ചിന് മണ്ടയ്ക്ക് ജയിച്ചിരിക്കുക. എന്താ ഇതിനാമ്യം പറയാത്തെ? വചനം പറഞ്ഞ അതുപോലെ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. എനിക്ക് യേശു നിമിത്തം സകലതും ചെയ്യാൻ സാധിക്കും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ്. എന്നെ ശക്തനാക്കുന്ന നിമിത്തം ഞാൻ സകലത്തിൽ മതിയാകുന്നു. വചനമാ പറയുന്നത്. വിശുദ്ധ ദൈവമക്കളെ ആമേൻ പറഞ്ഞാൽ ഐ ബിലീവ് ദ വേർഡ്. സ്തോത്രം, സ്തോത്രം. ഇനി മനസ്സിലാക്കുക. ഇന്ന് വളരെ ചില സത്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകുക. ആർ യു റെഡി ടു ലിസൺ ടു ദീസ് വേഴ്സസ്? കം ഓൺ. ഹല്ലേലൂയ. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സത്യമെന്ന് യേശു പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം. എന്തുവാണ് സത്യം? വാട്ട് ഈസ് ട്രൂത്ത്? എന്തുവാണ് സത്യം? പറഞ്ഞാട്ടെ. വാട്ട് ഈസ് ട്രൂത്ത്? ജീസസ് ക്രൈസ്റ്റ് obviously is not just truth, is truth personified. അവൻ സത്യം വ്യക്തിയായി വന്നവനാണ്. സ്തോത്രം. But what is truth? എന്താണ് സത്യം? വായിക്കാം. യോഹന്നാൻ 17:17 വായിച്ചാട്ടെ. ജോൺ 17:17. ഇന്ന് വളരെ ചില വിടുതൽ ഇവിടെ നടക്കാൻ പോകുക. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം സത്യം കൊണ്ട് നിങ്ങൾക്ക് വിടുതലുണ്ടാകാൻ പോകുന്നത്, ഈ സത്യം മൊത്തം അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലാണ്. വിശുദ്ധ ദൈവമക്കൾ മാത്രം ഒരു ആമീൻ പറഞ്ഞാട്ടെ. നിന്റെ വചനം, ഉറക്കെ പറഞ്ഞു, നിന്റെ വചനം. ഒന്ന്, നിന്റെ വചനം. ഹല്ലേലൂയ. സഹോദരന്മാർ മാത്രം പറഞ്ഞു, നിന്റെ വചനം. സഹോദരന്മാർ പറഞ്ഞാട്ടെ, നിന്റെ വചനം. നിങ്ങൾ വീട്ടിലെടുക്കുന്ന ശബ്ദത്തിന്റെ പകുതി എടുത്താൽ ഈ നാട്ടിൽ ഉണർവുണ്ടാകും. സ്വത്രം, സ്വത്രം. നിന്റെ വചനം. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം കൊണ്ടാണ് ദൈവം നമ്മളെ, ഈ ദിവസം ദൈവമക്കൾ ദൈവദാസന്മാരെല്ലാം വചനത്തിലേക്ക് ഇറങ്ങണം. അതിലാണ് വിടുതൽ നിൽക്കാൻ പോകുന്നത്. നിന്റെ വചനം സത്യം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഞാൻ ഒരു കാര്യം പറയാം. നമുക്കെല്ലാം വേണ്ടിയത്, ഞാൻ ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ ഞാൻ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അനേക ദൈവദാസന്മാർ ഇവിടെ വന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഞാൻ ഒത്തിരി റോൾ മോഡൽസായി കണക്കൂട്ടിയ വ്യക്തിയാണ്. ഒത്തിരി. ഐ യൂസ്ഡ് ടു ബി ക്രേസി അബൌട്ട് ദോസ് പ്രീച്ചിങ്സ്. പക്ഷെ കുറച്ച് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, ഇവരിൽ പലരും പണ്ട് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിനൊത്തവണ്ണം അവർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി ദൈവദാസന്മാർ, ഞാൻ പേര് പറയുന്നില്ല, കാലത്തിനൊത്തവണ്ണം അവിടെ മിനിസ്ട്രിയും അവർ പണ്ട് വിശ്വസിച്ച പ്രിൻസിപ്പിൾസ് പോലും മാറി തുടങ്ങി. സ്തോത്രം. ഞാൻ ഒരു ദിവസം ദൈവത്തിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിച്ചിരുന്ന അനേക ദൈവദാസന്മാർ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി ദൈവം എന്നെ പറഞ്ഞു, പക്ഷേ ഒരു കാര്യം മാത്രം നീ അറിയണം, അവരെല്ലാം മാറിയേക്കാം, പക്ഷെ എന്റെ വചനമോ ഒരിക്കലും മാറത്തില്ല. ഹല്ലേലൂയ. വിശ്വ ദൈവമക്കൾ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. എവരിബഡി എൽസ് ക്യാൻ ചേഞ്ച്. റെയ്നാഡ് ബോഗിക്ക് ചേഞ്ച് വരാം, അനുസരി ചേഞ്ച് വരാം, പക്ഷെ ഈ വചനത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. വിശുദ്ധ ദൈവമക്കൾ ഉറക്കെ ആമേൻ പറഞ്ഞാട്ടെ. This word will never change. സ്തോത്രം. എന്നോട്ട് ഇത് സത്യമായി നിൽക്കുന്നത്. വായിക്കാം. ആമേൻ. സങ്കീർത്തനങ്ങൾ 119 160 വാക്യം. Psalms 119 160. നിന്റെ വചനത്തിന്റെ സ്ഥാനമോ സാരം സത്യം തന്നെ. ബ്രദർ, ഇംഗ്ലീഷിലാലും anybody is following an English Bible here? The very essence of your word is true. Your revelation stands forever. Now let me just read that in King James Version. I hope it's a different version. Okay, let me just read that in King James Version. Amen. Thy word is true from the beginning. അതാണ് King James Version കൊടുത്തിരിക്കുന്നത്. നിന്റെ വചനം ആമേൻ തുടക്കം മുതൽ തന്നെ സത്യമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് എന്നിത് എഴുതിയോ അന്ന് മുതൽ ഇതിന്റെ സത്യം മാറിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ഉപയോഗിച്ചപ്പോൾ ഇത് സത്യമായിരുന്നു, പ്രവാചകന്മാർ ഉപയോഗിച്ചപ്പോൾ സത്യമായിരുന്നു, ചെങ്കടൽ വറ്റിച്ചപ്പോൾ സത്യമായിരുന്നു. അതേ വചനമാണ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ദൈവമക്കൾ ഒരിക്കൽ ആമേൻ പറഞ്ഞാട്ടെ. ലെറ്റ്സ് ബിലീവ് ദ വേർഡ്. ഹല്ലേലൂയ. നിന്റെ വചനം തുടക്കം മുതൽ, എല്ലാം പറഞ്ഞാട്ടെ, തുടക്കം മുതലേ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, തുടക്കം മുതലേ. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, തുടക്കം മുതലേ സത്യമാകുന്നു. സ്തോത്രം, സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ ചിലർ സന്തോഷിക്കണം. അവരാണ് യഥാർത്ഥ നിലനിൽക്കുന്ന വിശ്വാസികൾ. അവിടെ ബൈബിൾ വാക്യമുണ്ട്, they received the word with gladness. അവർ
സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ടു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റെന്ത് കിട്ടുന്നേക്കാളും കൂടുതൽ ആ മുഖത്തൊരു ചിരി വേണം ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ. ഇംഗ്ലീഷിൽ കൊടുത്തിരുന്ന വാക്ക് മുഖത്ത് വെളിപ്പെടുന്ന സന്തോഷം കൊണ്ട് അവർ വചനം സ്വീകരിച്ചു. സ്തോത്രം. ഇന്ന് പോയി ഞാൻ ആൾക്കാരുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മുഖത്തെ സന്തോഷം വെളിപ്പെടുത്താൻ ഈ വചനം കേൾക്കുമ്പോൾ സന്തോഷ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. I rejoice whenever I hear the word of God. Amen. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ എല്ലാ വിടുതലും നിലനിൽക്കുന്നത് ഈ വചനത്തിലാണ്. ഞാനൊരു വാക്യം, എത്ര പേർക്ക് വിശുദ്ധ ജീവിതം നടത്താൻ താല്പര്യമുണ്ട്? പാപത്തിൽ നിന്നുള്ള വിടുതൽ ഉറക്കെ പറഞ്ഞാട്ടെ. എത്ര പേര് തീരുമാനങ്ങൾ എടുത്തിട്ട് മുടക്കിയിട്ടുണ്ട്? നാണം കണ്ട ആവശ്യമില്ല. കർത്താവ് ഞാൻ ഈ മേലാൽ കോപിക്കത്തില്ല. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത കോപം. സ്വത്രം 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 സ്വത്രം. കർത്താവ് ഞാൻ മേലാൽ ചെയ്യത്തില്ല. അത് കഴിയുമ്പോൾ ചെയ്യാനുള്ള പ്രേരണ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പകൽക്കാൻ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ടെക്നിക്ക് പറഞ്ഞു തരാൻ പോകുക. എങ്ങനെയാണ് ദൈവമക്കൾ വിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാക്കുന്നത്? ബൈബിൾ വായിച്ചാട്ടെ. സ്തോത്രം. സങ്കീർത്തനം 119:11 വാക്യം. എല്ലാ വിടുതലും നിൽക്കുന്നത് വചനത്തിലാണ്. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ പാപത്തിന്മേലുള്ള വിടുതൽ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ വിടുതൽ ഉണ്ടാകും. സ്തോത്രം. വിശ്വദൈവമക്കൾ ആമീൻ പറഞ്ഞാട്ടെ. യു കീപ് ദ വേർഡ് ഓഫ് ഗോഡ് ഹിഡൻ ഇൻ യുവർ ഹാർട്ട് ആൻഡ് ദാറ്റ്സ് ദി ആന്റിഡോട്ട് അഗൈൻസ്റ്റ് സിൻ. പാപത്തിനെതിരായുള്ള വിഷമേറിയ പാപത്തിനെതിരായുള്ള ഏക മാർഗം ഇന്ന് പകൽക്കാലം വചനം ഉള്ളിൽ വെക്കുക. നിങ്ങൾക്ക് പാപത്തിന് വിടുതലുണ്ട്. വിശ്വസിച്ച് ചെറുപ്പക്കാർ ആമീൻ പറഞ്ഞാട്ടെ. ദാറ്റ്സ് ദ റീസൺ. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ രോഗസൗഖ്യം എങ്ങനെ നടക്കാൻ പോകുന്നത്? ആരെങ്കിലും ദൈവദാസന്മാർ വന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക എന്ന് പറയുമ്പോഴാണോ? ഉറക്കെ പറഞ്ഞാട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം വിടുവിക്കും. പക്ഷെ അത് മാത്രം ദൈവം ചെയ്യുന്നത് താൻ എന്റെ വചനമായിട്ട് അവർക്ക് സൗഖ്യം നൽകി. ഇന്ന് രാത്രികാലം വിടുതൽ നടക്കുന്ന മൊത്തം വചനത്തിൽ കൂടെയാണ്. വിശുദ്ധ ദൈവമക്കൾ ആമീൻ പറഞ്ഞാട്ടെ. എവറി മിറക്കിൾ. ആമേൻ. ഞാൻ 2-3 വാക്യങ്ങൾ കണ്ടു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്ത് വിടുതൽ നടക്കാൻ പോകുക. എത്ര പേർക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക? നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സ്വത്രം സ്വത്രം. എത്ര പേര് പ്രാർത്ഥിച്ചുണ്ട്, കർത്താവ് എന്റെ ഹാർട്ടിന് ഇന്ന വാൽവിന് പ്രത്യേക ഫംഗ്ഷൻ കൊടുക്കണം. നമ്മൾ അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. സ്വത്രം. മില്യൺസ് ഓഫ് നെർവ്സ് നമ്മുടെ ശരീരത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ഒരു നെർവിന്റെ ഫംഗ്ഷൻ തെറ്റിയാൽ നമ്മൾ പോക്കാം. ആകെ മൂഡ് ഓഫ് ആയിട്ട് എവിടെ ഇരിക്കുന്നത്. സ്വത്രം സ്വത്രം സ്വത്രം. ഓർത്ത് നോക്കൂ. മില്യൺസ്. ഇതിനകത്ത് ആൾക്കാർ പറഞ്ഞു, ചെറിയ കുറച്ച് സെല്ലുകൾ. കാരണം എല്ലാ സെല്ലുകളും തന്നെത്താനെ ഉണ്ടാകും, പിന്നെ മരിക്കും, പിന്നെ ഉണ്ടാകും. ചില സെല്ലുകൾ അതിന്റെ കൊടുത്ത നിയമത്തിനപ്പുറം ഇങ്ങനെ വർദ്ധിക്കാൻ കുറച്ച് സെല്ലുകൾ മതി. അതാണ് ക്യാൻസറായി മാറ്റപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ തമ്മിൽ ചൊവ്വിന് പ്രവർത്തിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ, പ്രവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ പോക്കടിക്കും. ഒരു ചെറിയ നരമ്പിന്റെ പ്രവർത്തനം തെറ്റിയാൽ നമ്മൾ തളർവാദ രോഗികളായി മാറും. ഇനി എങ്ങനെ ജീവിക്കാൻ പോകുന്നത്? സ്വത്രം സ്വത്രം. നമുക്ക് മുഖത്താണ് ഇത്തിരി ക്രീമൊക്കെ തേക്കാം, പക്ഷെ അകത്തെന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? നമ്മുടെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നറിയോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊക്കെ രോഗങ്ങൾ ഇതിനകത്തുണ്ടാകാമെന്നറിയാമോ? ഏതൊക്കെ ടൈപ്പ് രോഗങ്ങൾ? സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള ഒറ്റ പ്രതിവിധി. ആർ യു റെഡി ഫോർ ദിസ്? നമ്മൾ ഇന്നൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോവുക. ഞാൻ മരിക്കുന്ന വരെ നോ മോർ ക്യാൻസർ. എന്റെ കുടുംബത്തിലും ക്യാൻസർ ഇല്ല, എന്റെ കുടുംബത്തിൽ തളർവാദ രോഗമില്ല, മാനസിക രോഗങ്ങളില്ല. വിശ്വ ദൈവമക്കൾ ആമീൻ പറഞ്ഞാട്ട്. എന്റെ തലമുറയ്ക്ക് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാനൊരു ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇപ്പോൾ തന്നെ പറയണം, ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറ, എന്റെ കുടുംബത്തിനകത്ത് ഒരു ഇതുപോലത്തെ രോഗങ്ങളും പാടില്ല യേശുവിന്റെ നാമത്തില്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ കൂടെ വിശ്വസിക്കാൻ എത്ര തയ്യാറാ? സ്തോത്രം. നമ്മുടെ കർത്താവ് മിഷണറി ആയിട്ട് ലോകത്തിൽ സുവിശേഷ വേല കഴിഞ്ഞ് മരിക്കുന്നത് സന്തോഷമുണ്ട്. പക്ഷേ രോഗം വന്ന് മരിച്ചതിന്റെ പ്രയോജനം. സ്വത്രം സ്വത്രം. ഇന്ന് പകക്കെ ചിലർ ഇൻഷുറൻസ് പോളിസിയിൽ സൈൻ ചെയ്യാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? അപ്പൊ ദൈവം പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണമേ. ആർ യു റെഡി ഫോർ ദിസ്? ഇന്ന് ചില രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുക.
ദൈവത്തെ വചനം എന്തോ ചെയ്യാൻ പോകുന്നേ? സദൃശവാക്യം 16-ാം അധ്യായം. നിങ്ങൾക്ക് ഇത് സന്തോഷമാകുന്നുണ്ട് ഈ മെസ്സേജ്? Psalm 16:24. ഇമ്പമുള്ള വാക്കുകൾ തേൻകട്ടയാകുന്നു. സ്തോത്രം. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധമാ. സ്തോത്രം സ്തോത്രം. ചിലർക്ക് ഇന്ന് അസ്ഥി രോഗമുണ്ട്. ഇവിടെ ഇന്ന് നല്ല ഔഷധമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സ്വത്രം സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ഞാൻ കണ്ടോണ്ട് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലൊക്കെ പലരും നിന്നിട്ട് മധുരം ഇന്ന മരുന്ന് കഷണ്ടിക്കുള്ള മരുന്ന് ഇത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം പുള്ളി അവിടെ നിൽക്കത്തില്ല. പിറ്റേ ദിവസം പുള്ളി കണ്ണൂറിൽ പോകും. കാരണം അല്ല ആൾക്കാർ അടിച്ച് ശരിയാക്കും. സ്വത്രം. ഇതൊന്നും ഫലിക്കുന്ന മരുന്നല്ല, പക്ഷെ ഇത് എന്നേക്ക് നിലനിൽക്കുന്ന മരുന്നാ. ഹല്ലേലൂയ. നിന്റെ വചനം എന്റെ അസ്ഥികൾക്ക് ഔഷധമാ. കമോ വിശ്വസയ്യ മക്കൾ, ഇപ്പോൾ അസ്ഥികളിലേക്ക് വചനം ഒന്ന് വ്യാപരിക്കാൻ പോകുകയാണ്. എന്റെ ഓരോ അസ്ഥികളിൽ ബലം വ്യാപരിക്കാൻ പോകുകയാണ്. ഇന്ന് നമുക്ക് ആർത്രൈറ്റിസ് യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ അസ്ഥിരോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിലെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ വചനം എന്റെ അസ്ഥികൾക്ക് ഉറക്കെ പറഞ്ഞിട്ട് ഔഷധം. ഇന്ന് പലർക്കും ഡോക്ടർ പറയാറുണ്ട് ഔഷധം എടുക്കേണ്ടപ്പോൾ എടുക്കണം. പിന്നെ ഡോക്ടറെ അടുത്ത് തന്നെ ആകെ പ്രോബ്ലമാണ്. സ്വത്രം സ്വത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പകൽക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ആരും രോഗസൗഖ്യം പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ചോദിക്കും ഔഷധം എടുത്തോന്ന്. രാവിലെ ഒരു ഡോസ്, ഉച്ചയ്ക്ക് ഒരു ഡോസ്, കിടക്കുന്നതിന് മുമ്പ് ഒരു ഡോസ്. കമോൺ ഹല്ലേലൂയ. അതെടുത്തിട്ട് വേണം പിന്നെ പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ. ഇത് അസ്ഥികളിലേക്ക് ഔഷധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ വചനം വായിക്കാൻ പോകുകയാണ്. വിശ്വസയമൊക്കെ കൈകൾ ഉയർത്തിപ്പിടിച്ചോ. മാരക രോഗങ്ങൾക്കെതിരായി, സെല്ലുകൾക്കെതിരായി സ്തോത്രം. യേശുവിന്റെ നാമത്തില് അസ്ഥികൾക്കുണ്ടാകുന്ന രോഗത്തെതിരായി, നെഞ്ചുവേദനയ്ക്കെതിരായി, ഡയബറ്റീസിനെതിരായി, യേശുവിൻ നാമത്തില് കൊളസ്ട്രോളിനെതിരായി, ബ്ലഡ് പ്രഷറിനെതിരായി ഞാനിത് ഈ വചനം അയക്കുകയാണ്. അവന്റെ അടിപ്പിണരിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അസ്ഥികൾ മാത്രം വിടുതൽ പ്രാപിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ആമേൻ. അടുത്തത് നിങ്ങൾക്ക് ഓർക്കണം, നിങ്ങൾ മനസ്സിലാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ എങ്ങനെയാണ് വിടുതൽ ഉണ്ടാകുന്നത് നമുക്ക് ഇന്ന് വാൾക്ക് കണ്ടുപിടിക്കണം. സ്വത്രം. കാരണം എന്റെ ബ്ലഡ് ആണ് ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കപ്പെടേണ്ടത്. ആമേ. ബ്ലഡിന്റെ ഫംഗ്ഷൻ ജോയിനായില്ലെങ്കിൽ ഹാർട്ടിനെ ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും. നിങ്ങൾക്ക് ക്യാൻസർ പോലും ഉണ്ടാകും. ബ്ലഡിന്റെ ഫംഗ്ഷൻ ശരി. ഇന്ന് പകൽക്കാലം ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന അടുത്തൊരു കർമ്മം ഇവിടെ ചെയ്യാൻ പോവുകയാണ്. Come on, hallelujah. ഒരു ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം. നമുക്ക് വായിക്കാം. സ്തോത്രം. സദൃശവാക്യം 3-ാം അധ്യായം. എത്രക്ക് വചനം കേൾക്കാൻ ഞാൻ ഒരു ഉണർപ്രസംഗമല്ല, പക്ഷെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. സദൃശവാക്യം 3:8. നിന്റെ ശരീരത്തിൽ ദൈവവചനത്തെ കുറിച്ച് പറയാം. നിന്റെ ശരീരത്തിന് സൗഖ്യവും അസ്ഥികൾക്ക് ബലവും നൽകും. മതി. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് it gives help to your bone marrows. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് മൊത്തം നിർമ്മിക്കപ്പെടുന്നത് ഈ ബോണിന്റെ അകത്ത് മാരോസിലാണ്. മെഡിക്കൽ ഫീൽഡിൽ നാലുണ്ടോ? നഴ്സുമാർ, ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടോ? കഥ ഉയർത്തി പിടിച്ചാട്ടെ. ബോൺ മാരോസ്. ആമേൻ. നിങ്ങളുടെ ബോൺ മാരോക്കകത്താണ് ഈ ബ്ലഡിന്റെ ക്രിയേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുകയാണ് ഇപ്പോൾ ഈ വചനം നിന്റെ ബോൺ മാരോ തൊടാൻ പോകുകയാണ്. Come on. എന്ന് വെച്ചാൽ നിന്റെ ബ്ലഡ് നിന്റെ ഓരോ ശരീരത്തിലെ ഭാഗങ്ങളെ തൊടുന്ന ദൈവത്തെ വചനത്തെ വിടുതലാണ് എന്ന് നമുക്ക് വ്യാപരിക്കാൻ പോകുന്നത്. വിശ്വസൈവമൊക്കെ ഏറ്റെടുത്താട്ടെ. Come on. This word is going to touch. Hallelujah. Hallelujah. എല്ലാവരും കൈ കൊണ്ട് വെച്ചാട്ടെ. എന്ന് പറയുന്നത് ബോൺ മാരോ. യേശുവിന്റെ നാമത്തിൽ ബോൺ മാരോ, ബോൺ മാരോ, ബോൺ മാരോ. നിങ്ങൾക്കറിയാമോ ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഓരോ ശരീരത്തിലെ സെല്ലുകൾ പോലും നിർമ്മിക്കപ്പെടുന്നത് സെല്ലുകളുടെ അകത്ത് അല്ലെങ്കിൽ ശരീരത്തിനകത്ത് DNA എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ് റിട്ടൺ കോഡ്. നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന നിയമമാണ് DNA. സ്തോത്രം. ആ DNA പറയുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. DNA പറയുകയാണ് ഇവനൊരു ഇന്ന രോഗിയായിരിക്കും.
ആയിരിക്കും. ആ DNA പറഞ്ഞതുപോലെ ആ രോഗിയായി നിങ്ങൾ മാറ്റപ്പെടും. സ്തോത്രം. DNA ആണ് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇന്ന് പലക്കെ ദൈവത്തെ ആത്മാ പറയുന്നു, DNA എന്ന് പറഞ്ഞാൽ വെറും ഒരു വചനമാണ്, ഒരു വാക്കാണ്. പക്ഷെ അതിനേക്കാളും വലിയ വാക്കാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഇപ്പോൾ ആ വചനമാണ് നിങ്ങളുടെ ശരീരത്തെ സെല്ലുകൾ കമാൻഡ് ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ ദൈവമക്കൾ ഉറക്കെ ആമേൻ പറഞ്ഞാട്ട് സ്തോത്രം. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ DNA എന്ത് എഴുതി വെച്ചിരിക്കുന്നോ അതായിരിക്കും നിങ്ങളുടെ ശരീരമാകാൻ പോകുന്നത്. വണ്ണമുണ്ടാകുന്ന വ്യക്തിയാണെങ്കിൽ DNA പറയുന്ന പോലെ, ക്ഷീണിക്കുന്ന വ്യക്തിയാണ് DNA പറയുന്ന പോലെ. പക്ഷെ ഇന്ന് പകൽക്ക് ദൈവാത്മാ പറയുന്നു, DNA-ക്കാളും വലുതാണ്. ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ സകലത്തെ മുളവാക്കിയ ദൈവത്തിന്റെ വചനം ഇപ്പോൾ ആ വചനം നിങ്ങളുടെ ശരീരത്തിനകത്ത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുക. വിളിച്ചു പറ, യേശുവിൻ നാമത്തിൽ വചനം എന്റെ ശരീരത്തിലേക്ക് അയക്കുകയാണ്. എന്റെ ശരീരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ സെല്ലുകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ ടിഷ്യൂസ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞാട്ടെ നിങ്ങളുടെ ശരീരത്തോട് തന്നെ പറഞ്ഞാട്ടെ. കമോൺ, ഹല്ലേലൂയ. എന്റെ ശരീരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ആയുഷ്കാലമൊക്കെയും എന്റെ തലമുറയും അടുത്ത തലമുറകളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശരീരമുള്ളതിന്റെ ഉടമസ്ഥരായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ എത്ര പേർക്ക് വിടുതൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് വാക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പോകുകയാണ്. അവൻ ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, ഈ വചനത്തിൽ കൂടെ എല്ലാം ഇവിടെ നടക്കുന്നത്. ജോഷുവോട് ദൈവം പറഞ്ഞു, വചനം കേട്ടാൽ നീ പോകുന്നിടത്തെല്ലാം സഫലനാകും. പ്രോസ്പെരിറ്റി, സക്സസ് എല്ലാം ഈ വചനത്തിൽ കൂടെയാണ്. അമ്മീൻ പറഞ്ഞാട്ടെ. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. അതുകൊണ്ട് ദാവീദ് ഒരു പരിപാടി ചെയ്തു. ഇവിടാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. സ്തോത്രം. വചനത്തിന്റെ ശക്തി അറിഞ്ഞപ്പോൾ പുള്ളി ഒരു കാര്യം ചെയ്തു. ഇത് ചെയ്യുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 119 147 148. ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ നിന്റെ സ്വത്രം 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 സ്വത്രം. നമുക്കെല്ലാം ചിലക്കുള്ള സ്വഭാവം. രാവിലെ എഴുന്നേൽക്കും, ആദ്യം ന്യൂസ് പേപ്പർ കാണുന്ന മൊത്തം കൊലയും കൊള്ളയും തകർച്ചയും. ആ ദിവസം മൊത്തം അങ്ങനെ ആയിരിക്കും. അതിന് പകരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വചനം. ഹല്ലേലൂയ. വചനം. ആമേൻ. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ എന്ത് ചെയ്യും? ഞാൻ തിരുവചനം ധ്യാനിക്കേണ്ടതിന് സ്തോത്രം എന്ന് വെച്ചാൽ തിരുവചനം വായിക്കാൻ ഒറ്റ കാരണത്തിന് വേണ്ടി ഞാൻ രാത്രി എഴുന്നേൽക്കുമെന്ന്. സ്വത്രം 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 സ്വത്രം. ദാവീദ് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഒത്തിരി രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുന്നേൽക്കും. എന്തിനാണെന്നറിയാമോ? തിരുവചനം. നമുക്കെല്ലാവർക്കും ഇടയ്ക്ക് രാത്രി, പ്രത്യേകിച്ച് പ്രായം കൂടുമ്പോൾ രാത്രി ഒരു വാഷ്റൂം വിസിറ്റ് ഉണ്ട്. രാത്രി ഇടയ്ക്ക് ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകും. സ്വത്രം സ്വത്രം. ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ കുടിച്ച് കിടന്നാൽ മതി. ഹല്ലേലൂയ. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കിടക്കുന്നതിന് മുമ്പേ വചനം ഒന്നുകൂടെ വായിക്കണം. സ്വത്രം സ്വത്രം. അതിനുവേണ്ടി എക്സ്ട്രാ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. രാത്രി മൊത്തം വചനം ധ്യാനിക്കാൻ. കമോൺ, വിശ്വ ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ടെ. ഇടയ്ക്കിടയ്ക്ക് രാത്രി എഴുന്നേൽക്ക്. എന്തിനറിയാമോ? നിന്റെ വചനം ഒന്ന് ധ്യാനിക്കേണ്ടതിന്. രാവിലെ എണ്ണിക്കുമ്പോൾ ഞാൻ വായിക്കും, രാത്രി ഞാൻ ധ്യാനിക്കും. സ്തോത്രം. എന്നാൽ ഇവിടം കൊണ്ട് ഇവിടം വരെയൊക്കെ നമ്മളൊക്കെ ഇവിടെ എത്തും. സ്തോത്രം. പക്ഷെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ദോഷം, ദാവീദിന് ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം, ദാവീദ് പാപം ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു മാറ്റരുതാൻ പറഞ്ഞു. കുടുംബത്തെ എടുത്തു മാറ്റരുതാൻ പറഞ്ഞില്ല. ഭാര്യമാരെ എടുത്തു മാറ്റുകയും അദ്ദേഹം പറഞ്ഞില്ല. എന്തൊക്കെയാണ് എടുത്തു മാറ്റരുതാൻ പറഞ്ഞത്? നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിന്ന് എടുത്തു മാറ്റരുത്. 2, രക്ഷയുടെ സന്തോഷം. ദാവീദിനറിയാം ഇത് രണ്ടും പോയാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. സ്വത്രം സ്വത്രം സ്വത്രം. പലരുടെയും രക്ഷയുടെ സന്തോഷം കുറഞ്ഞിട്ടുണ്ട്. ഈ പകൽക്കാലം തിരിച്ചു വന്നേ മതിയാകും. ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. എന്തെങ്കിലും കേരളത്തിൽ വന്ന് ഞാൻ സന്തോഷം എന്നുള്ള വിഷയം മാത്രം പ്രസംഗിക്കും. സ്വത്രം സ്വത്രം. ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ്. അപ്പൊ ദാവീദ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ എടുത്ത ഞാൻ പോക്കടിച്ചു. 2, രക്ഷ സന്തോഷം. ഞാൻ ഓർത്ത 2 കാര്യം മാത്രം ദാവീദ് പ്രാർത്ഥിച്ചോളന്ന്. പക്ഷെ 3-ാമതൊരു കാര്യം കൂടെ ഉണ്ട്. അതല്ല. ആമേൻ. 119:43. സ്തോത്രം. 3 key ingredients, 3 key elements. കർത്താവേ, സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് എടുത്തു മാറ്റരുത്.
ഓ സ്തോത്രം. ഇത്രയും നാൾ ഞാൻ നിലനിൽക്കാൻ കാര്യം ഈ വചനം പറഞ്ഞതുകൊണ്ടാ. ഈ വചനം എന്റെ വായിൽ നിന്ന് എടുത്തു മാറ്റരുത്. എന്റെ മനസ്സിലുണ്ട്, വായിൽ നിന്ന് എടുത്തു മാറ്റരുത്. അങ്ങനെയാണ് ദാവീദിന് വചനം വായിൽ പറയുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ടാണ് വിടുതൽ വ്യാപരിച്ചത്. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിലുള്ള വചനം താൻ വായിൽ കൊണ്ട് ഏറ്റു പറയും. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധമ്മനെ എടുത്തു മാറ്റരുത്. ഈ വചനം എന്റെ വായിൽ നിന്ന് കർത്താവിനറിയാം. ഈ വചനം പറയാത്ത അവസ്ഥ എനിക്ക് ഉണ്ടായാൽ ഞാൻ തകരും. ദാവീദ് മൊത്തം വചനം പറഞ്ഞ എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് മേശയൊരുക്കും. സ്തോത്രം. എന്റെ പാത്രം കവിഞ്ഞൊരുക്കും. എപ്പോഴും വചനം പറഞ്ഞ താൻ പിശാചിനുമേൽ ജയം ഏറ്റെടുത്തത്. ഇന്ന് നമുക്ക് ദൈവത്തെ അൽമടപ്പെടുന്നു. വചനം ഉള്ളിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. വിളിച്ചു പറഞ്ഞ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. Come on, speak it out, speak it out, speak it out. Somebody shout amen. You need to speak out the word. ഈ നമ്മുടെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. Are you ready for this? ഇച്ചിരി കത്തിയായി പോകുമോ? Will you still love me? Amen. നമ്മുടെ ഇടയിൽ പറ്റുന്ന ഏറ്റവും കുഴപ്പം, നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളവരാ. സ്വത്രം സ്വത്രം. ഈ ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്തില്ല. ഞാൻ വന്നിരിക്കുന്ന രാജ്യത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എക്സ്പ്രസ് ചെയ്യും. വെള്ളക്കാരുടെ അങ്ങനത്തെ ഒരു പതിവുണ്ട്. സ്തോത്രം. നല്ലതാണ് വന്ന് നല്ലതെന്ന് പറയും. സ്തോത്രം. നമ്മുടെ ഇടയിൽ ഭാര്യമാർ ഭർത്താക്കന്മാർ ഇന്നു വരെ പറഞ്ഞു അച്ഛാ ഐ ലവ് യു. ആമേൻ. ഉള്ളിലുണ്ട്. ഭർത്താക്കന്മാർ അങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുക. പിന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ആരും ചത്ത് കഴിയുമ്പോൾ. നാട്ടുകാരെല്ലാം വിളിച്ചു അയ്യോ പോയല്ലോ, ഞാൻ എത്ര സ്നേഹിച്ചാണ് എന്റെ പൊന്നമ്മാമ്മ. ആ സമയത്ത് പറഞ്ഞ ആരും കേൾക്കത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ടത് പറയണം. സ്വത്രം. ചത്ത ശേഷമല്ല പറയേണ്ടത്. ഇന്ന് വൽക്കാലം അത് മനസ്സിലാക്കി ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. We have to dance. സ്വത്രം. ഞാൻ ഈ പാട്ടുകാരെ കണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു ഇറ്റ് വാസ് വണ്ടർഫുൾ. ആമേൻ. ഹല്ലേലൂയ. ഇവര് ഞാൻ നാളെ ഇവിടുന്ന് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ ഒരാളോട് സ്നേഹം ഉണ്ടെന്ന് പറ. ഒരാളെ ഇഷ്ടപ്പെട്ട അത് പറ. സ്വത്രം 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 സ്വത്രം. ഞാൻ ചിന്തിക്കാം നമ്മുടെ ഇടയിൽ അങ്ങനെ സഹോദരിമാർ അങ്ങനെ കാണും ഭർത്താക്കന്മാർ സഹോദരിമാർ അങ്ങനെ പറഞ്ഞാൽ പിറ്റേ ദിവസം പാസ്റ്റർ കുറിപ്പ് കിട്ടും. പാസ്റ്ററെ വീട്ടിൽ ഭയങ്കര പോരാട്ടങ്ങളാ. സ്വത്രം. അച്ഛൻ ഇതുവരെ ഇങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സ്വത്രം സ്വത്രം. ഇന്ന് പകൽക്കാലം ഈ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ ചർച്ചിൽ യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുണ്ട്. യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. ഈ യഹൂദന്മാരുടെ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വ്യത്യസ്തമാണ്. അവരാരാധന. സ്വത്രം. ഇപ്പം പറയാൻ പോവാണ്. ഇപ്പം പറയണ്ട. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യഹൂദന്മാരുടെ ആരാധന പ്രത്യേകത, അവര് ആരാധന നടക്കുമ്പോൾ അവരതുപോലെ അത് അഭിനയിച്ച് കാണിക്കും. സ്തോത്രം. അവര് നദി ഒഴുകുന്നു പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങും. സ്തോത്രം. ഞങ്ങളുടെ ചർച്ച വരുമ്പോൾ യഹൂദന്മാരിൽ നിന്ന് ആരാധിക്കുന്ന കാണാം. യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ ഓരോ ആരാധനയും അവരതുപോലെ കാണിക്കും. നമ്മുടെ ഇടയിൽ ജയം ജയം അത് തന്നെ പാടുന്ന മുറുക്കുക. ജയം ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മുഖത്ത് നിങ്ങൾ പാടുന്നത് അറിയണം. സ്വത്രം സ്വത്രം. അത് ഹല്ലേലൂയ. അത് പാടുമ്പോൾ മുഖത്ത് അറിയണം നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം മുഖത്ത് എക്സ്പ്രഷനോട് പാടുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ചില ഈ പാട്ട് കേട്ടാൽ എനിക്ക് പിന്നെ പാടാൻ തോന്നിയിട്ടേ ഇല്ല. എൻ സങ്കടങ്ങൾ ഹല്ലേലൂയ. അത് പാടുമ്പോ അറിയാം ഇവളുടെ സങ്കടം ഒന്നും പോയിട്ടില്ല. സ്വത്രം സ്വത്രം. ഇന്ന് പകൽക്കാലം പാടുന്നതിന് ഒത്തവണ്ണം മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടാകണം. Come on. ഹല്ലേലൂയ. Can I see your face? എൻ സങ്കടങ്ങൾ ലോകം തീർന്നു പോ. ഞാൻ നോക്കുന്നു. ആ മുഖത്തത് കാണണം. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു. ഞങ്ങളുടെ ചർച്ചിൽ ആദ്യത്തെ കോൾ ഞങ്ങൾ ഫോം ചെയ്തപ്പോൾ 3 പിള്ളേരാ വന്ന പാടാന്. പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ സഹോദരന്മാരെ ദൈവം വീട്ടിൽ പോയി ഇതിന് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച വരാൻ. ഞങ്ങൾ പാടിയ സിമ്പിൾ കോറസ്. I mean, rejoice in the Lord always and again I say. സ്വത്രം. പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് ചിരിച്ചോണ്ട് പാടിയ പാട്ടാണത്. ഇവരാണെങ്കിൽ പള്ളിക്കകത്ത് വന്നുകൊണ്ട് കരഞ്ഞോണ്ട് പാടുക. റിജോയ്സ് ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പാടുമ്പോൾ മുഖത്തത് കാണണം. സ്വത്രം സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ചില പാട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തെ ഔട്ട്ഡേറ്റഡ് ആക്കി മാറ്റണം. കഴിഞ്ഞ ദിവസം ഞാൻ
ഞങ്ങളുടെ ഒരു സെൽ മീറ്റിംഗിന് പോയി. എൻ്റെ വൈഫ് സാറിന് സെൽ മീറ്റിംഗ് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ആകെ ബുദ്ധിമുട്ട് സെൽ മീറ്റിംഗ് പോയി. ഞാൻ എന്താ പറ്റി എന്ന് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ പാടുന്ന പാട്ട് മൊത്തം എല്ലാം പ്രായമുള്ള അപ്പച്ചന്മാരാ. പാടുന്ന പാട്ട് മൊത്തം മരണത്തിന്റെ പാട്ടാ. സ്വത്രം എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു, അച്ഛാ ഞാനിപ്പോഴും ചെറുപ്പക്കാരിയാ, അത് കേൾക്കുമ്പോൾ എനിക്കും തോന്നുക തീരാറായെന്ന്. ഹല്ലേലൂയ. ഒരു പാട്ട് ഇതാണ്, ലോകേ ഞാൻ എൻ്റെ ഓട്ടം തികച്ചെന്ന്. സ്വത്രം എനിക്ക് പറയാനുള്ള ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂന്നാ. തികയ്ക്കുന്ന സമയം എത്തുമ്പോൾ ഞാൻ പാടാമത്. ഹല്ലേലൂയ. ഞാൻ തികച്ചിട്ടില്ല, എനിക്ക് കുറെ ദൂരം ഓടാനുണ്ട്. ഇന്ന് പകൽക്കാലം തികച്ചെന്ന് ബോധ്യമുള്ളവരെല്ലാം കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്ന് വെച്ചാൽ ബാക്കി എല്ലാം കഴിഞ്ഞു. സ്വത്രം സ്വത്രം സ്വത്രം. ഒരു 19,000 വിശ്വാസികൾ നേടിയിട്ട് ഇപ്പം നിന്ന് പാടുക. ലോകെ ഞാൻ ഒരു ഉറുമിനെ പോലും നേടാതെ പാടുന്നത്. സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പാടുമ്പോൾ ഓർത്തണം, ആ പാട്ടിന് ഒത്തവണ്ണം നിങ്ങളുടെ ജീവിതം അതിനുപോലെ പാടണം. സ്വത്രം. അത് വിശ്വ മക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാൻ പാടും പറയും, ലോകെ ഞാൻ ഓട്ടം തുടങ്ങി. സ്വത്രം. എന്നോട് പറഞ്ഞ പല വാഗ്ദത്തങ്ങൾ ഇനി നിവർത്തിയാകാനുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. അപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ ദൈവമക്കൾ പഠിക്കണം. സ്വത്രം. വചനം വായും കൊണ്ട് വിളിച്ചു പറയണം. ആമേൻ. നൗ ലിസൺ. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നിങ്ങളുടെ വായും കൊണ്ട് വരുന്ന വചനത്തിന്റെ പ്രത്യേകത എന്തോ, അതിന്റെ ശക്തി എന്തോ അതോടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയി. ആർ യു റെഡി ഫോർ ദിസ്? വായിക്കാം. യശയ്യാപ്രവചനം 30-ാം അധ്യായം. ഇറ്റ്സ് വെരി പ്രൊഫൗണ്ട്. ഐ ഡോണ്ട് തിങ്ക് many of us, I really think many of us have not read that passage before. യശയ്യാപ്രവചനം 30-ാം അധ്യായം 8-ാം വാക്യം. ഇറ്റ്സ് വെരി പവർഫുൾ. 8-ാം വാക്യം. 12-ാം വാക്യം. നിങ്ങൾ ചെയ്ത കുഴപ്പം, നിങ്ങൾ വചനത്തെ നിരസിച്ചു. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു? പീഡനത്തിലും കാപട്യത്തിലും ആശ്രയിച്ചു, അതിൽ ചാരി നിന്നു. ശ്രദ്ധിച്ചു കേൾക്കണമേ, എല്ലാവരും നോക്കണം. നിങ്ങൾ വചനം തിരസ്കരിച്ചു, അതിന് പകരം പീഡനത്തിൽ നിങ്ങൾ ആശ്രയിച്ചു. എന്താ എന്റെ അർത്ഥം? ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, they believe in the oppressor rather than the word of God. അവരെ പീഡിപ്പിച്ചവനിൽ അവർ വിശ്വാസം കൂടുതൽ കാണിച്ചു. സ്വത്രം. വിടുവിക്കുന്ന ദൈവത്തിൽ വിശ്വാസം തീരെയില്ല. സ്വത്രം. എന്ന് വെച്ചാൽ രോഗത്തിൽ അവർക്ക് വിശ്വാസം കൂടുതലാ, സൗഖ്യത്തിൽ വിശ്വാസം ഇല്ല. ബന്ധനത്തിൽ വിശ്വാസം കൂടുതലാ, വിടുതലിൽ വിശ്വാസം തീരെയില്ല. സ്വത്രം 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 സ്തോത്രം സ്തോത്രം. എത്രയൊക്കെ മനസ്സിലാന്ന് എനിക്കറിയത്തില്ല. പിശാച് പറഞ്ഞ പീഡന വാക്കിൽ അവിടെ വിശ്വാസം ഇപ്പോൾ കൂടുതൽ. നീ തകരും. സ്വത്രം. അത് നിങ്ങൾ അതുപോലെ ഏറ്റു പറയും. നിങ്ങൾ ഞാൻ പറയട്ടെ, ആരെങ്കിലും പറഞ്ഞ പ്രവാചകം എന്ന് പറഞ്ഞിരിക്കട്ടെ, അങ്ങനെ നിന്റെ ജീവിതത്തിൽ ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുക. നിങ്ങൾ നോക്കണം, ആ വ്യക്തി ചെന്ന് 1000 അടുത്തെങ്കിലും പറയും, ദൂതുണ്ട് ആക്സിഡന്റ്, ദൂതുണ്ട് ആക്സിഡന്റ്. സ്വത്രം സ്വത്രം സ്വത്രം. എന്നാൽ അയാളോട് 100 കണക്കിന് അല്ലാത്ത വാക്തത ദൈവം പറഞ്ഞു. സ്വത്രം സ്വത്രം. അത് പറയാൻ ധൈര്യമില്ല. അയ്യോ ദൂതുണ്ട് ആക്സിഡന്റ്, പ്രാർത്ഥിച്ചോണേ ആക്സിഡന്റ്. ഇന്ന് വാൽക്കൽ യേശുവിന്റെ നാമത്തിൽ പീഡനത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, വിടുതലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ജനം അവിടെ വചനത്തിൽ വിശ്വാസം മാറി, പീഡനത്തിൽ വിശ്വാസം കൂടി. സ്വത്രം. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം ഇവിടെ പൊട്ടാൻ പോകുകയാണ്. In the name of Jesus. Somebody shout hallelujah. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. ഈ ജനം അതിലുള്ള ആശ്രയം കൂടി. നിങ്ങൾ നോക്കൂ, ആരെങ്കിലും ആശുപത്രി പോയിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കട്ടെ നിങ്ങൾക്ക് ഇന്ന രോഗമുണ്ട്, ആ വ്യക്തി 1000 പേരെങ്കിലും വിളിച്ചു പറയും, ഡോക്ടർ പറഞ്ഞു ഞാൻ മരിക്കാൻ പോവാ. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നു, നീ മരിക്കയില്ല, നീ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കണം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആടെ വാക്ക് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത് പീഡിപ്പിക്കുന്നതിന്റെ വാക്കാണോ, ജയം തരുന്ന ദൈവത്തിന്റെ വാക്കാണോ? ജയം തരുന്ന ദൈവത്തിന്റെ വാക്കിൽ വിശ്വ ദൈവമൊക്കെ മാത്രം കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. I believe in the deliverer. Somebody shout amen. സ്തോത്രം സ്തോത്രം. എന്റെ ഫാദർ ഇവിടെ ഇരിപ്പോ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം. സ്തോത്രം. എന്റെ ഫാദർ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ആമേൻ. ആരാണ്ട് വന്ന് ആണ്ട് ദൂത് പറഞ്ഞതാ എന്റെ ഫാദർ. അന്ന് മുതൽ എന്നെ വിളിച്ചു പറയാം, മോനെ 60 വയസ്സാകുമ്പോൾ ഞാൻ പോക്കാം. സ്വത്രം സ്വത്രം. ഞാൻ ഒന്നാമത് കാനഡയിലാണ് കിടക്കുന്നത്. ഈ കുടുംബത്തൊക്കെ വിട്ട് ദൂരനാട്ടിൽ പോയിരിക്കുക. ഫോൺ വിളിക്കുമ്പം തീരാൻ പോകുന്നു.
അത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് ഡയറക്റ്റ് ഓർഡർ കിട്ടിയെന്ന് പോലെ പറയുന്നത്. തലേ രാത്രി എസക്കിയാവിന് മുമ്പിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് നീ മരിക്കാൻ 60 വയസ്സ് എന്ന് പറയുന്ന പോലെ പറയുന്നത്. ഞാൻ ലാസ്റ്റ് എനിക്ക് സൈ ഇട്ട് പറഞ്ഞു, അപ്പാ മരണത്തിന് സമയമാകുമ്പോൾ അപ്പാൻ പ്രത്യേകിച്ച് റെക്കമെൻഡ് ഒന്നും ചെയ്യണ്ട, ദൈവം തന്നെ ചെയ്തോളും. സ്വത്രം സ്വത്രം. ഇപ്പോഴേ പറഞ്ഞൊന്ന് റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിന് പകരം പറയണം, ഞാൻ ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കാൻ പോകുക. പീഡിപ്പിക്കുന്നവനെ വിശ്വസിക്കരുത്, വിടുതൽ തരുന്നവനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ ജനം വചനത്തെ തിരസ്കരിച്ചു, പീഡിപ്പിച്ചവനെ വിശ്വസിച്ചു. Come on, somebody shout amen. സ്തോത്രം സ്തോത്രം. പലരുടെയും പറ്റുന്ന കുഴപ്പം പീഡിപ്പിച്ചവനുള്ള വിശ്വാസം കൂടുതലാണ്. എനിക്ക് ദൈവമൊക്കെ എന്നോട് ഉള്ളിന്റെ ഉള്ളിൽ സംടൈംസ് ഐ ഹിയർ ഹിം സ്പീക്ക് ടു മീ. ഐ ഹാവ് ഹേർഡ് ഗോഡ്സ് വോയിസ് മെനി ടൈംസ്. കഴിഞ്ഞ ദിവസം ദൈവം എന്റെ ഉള്ളിൽ തന്ന ഒരു വല്ല ഒരു പ്രത്യേക നിലവിളിച്ചു പോലുള്ള ശബ്ദമായിരുന്നു ഇത്. ഈ ജനം സ്തോത്രം തുടക്കം മുതലേ കള്ളനായവന്റെ വാക്ക് വിശ്വസിക്കും. അവൻ അപ്പനും കള്ളനാ. എന്നാൽ ഈ ജനം സ്തോത്രം തുടക്കം മുതലേ സത്യമായ എന്റെ വചനത്തെ തിരസ്കരിക്കുന്ന ഈ പകക്ക പുത്തൂരിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഐ വിൽ ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനത്തെ വിശ്വസിക്കാം. അവര് മാത്രം കൈകളൊന്ന് ഉറക്കി അടിച്ച് പിശാച് കേൾക്കട്ടെ. ഞാൻ വചനത്തിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം വിശ്വസിക്കുന്നവരുടെ മേല് അഭിഷേകം വ്യാപരിക്കാൻ പോകുക. പീഡിപ്പിക്കുന്നവന് വിശ്വാസം നിർത്തൂ. ഇനി അടുത്തൊരു മർമ്മം ഞാൻ പറയാൻ പോകുക. വെരി ഇമ്പോർട്ടന്റ് ഒരു മർമ്മം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുക. നിങ്ങൾ തയ്യാറാണോ? അതിൽ മാത്രമല്ല, പീഡിപ്പിച്ചവന്റെ കൂടെ നിങ്ങൾ ചാരി നിന്നു. സ്വത്രം. രോഗം ഇട്ടവന്റെ കൂടെ, പ്രശ്നം ഇട്ടവന്റെ കൂടെ എപ്പോഴും പറഞ്ഞു നിങ്ങളെപ്പോ സുഹൃത്താ, ഒരു ചങ്കാധികന്മാർ എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നത്. ഈ രാത്രി പറ, ഫ്രണ്ട്ഷിപ്പ് വിട്ടു. ഞാൻ രാജാവിന്റെ കൂടെ നിൽക്കാൻ പോകുക. ഞാൻ രാജാവിന്റെ കൂടെ നിൽക്കാൻ പോകുക. ഞാൻ സൗഖ്യദായകന്റെ കൂടെ നിൽക്കാൻ പോകുക. കമോൺ, അവനെ ഡിവോഴ്സ് ചെയ്യും. കമോൺ, ഹല്ലേലൂയ. നമുക്ക് ഇപ്പുറത്തോട്ട് മാറി നിൽക്കാം. somebody shout amen. ഇനി കേൾക്കുക, നിങ്ങളുടെ വാക്കുകൊണ്ട് പറ്റിയ ദോഷം എന്ന് പറയാൻ പോകുക. Are you ready for this? 16-ാം വാക്യം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രതികൂലം വന്നിട്ടില്ല. ഓർത്തോണേ, ശത്രു വന്നിട്ടില്ല. വരുന്നതിന് മുൻപാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുമെന്ന്. സ്വത്രം. ചിലരുടെ കുഴപ്പം പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രശ്നം അവർ മനസ്സിൽ സൃഷ്ടിക്കും. ഇത് പോക്ക തകർച്ചയാ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് കുതിരപ്പുറത്ത് കയറി അങ്ങ് ഓടിപ്പോകാൻ പോകാം. പ്രശ്നം വന്നിട്ടില്ല, ഓർത്തോണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് എല്ലാവരും പറഞ്ഞട്ടെ, ശത്രു വന്നതുകൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. എന്നുവെച്ചാൽ പല പ്രശ്നം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായത് അതുകൊണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ കിടക്കുന്നതെന്ന്. ഇംഗ്ലീഷിൽ കൊടുത്തിരുന്നത് വി വിൽ റൺ സ്വിഫ്റ്റ്ലി. ഞങ്ങൾ പെട്ടെന്ന് വേഗത്തിൽ ഓടിപ്പോകും. അതുകൊണ്ട് നിങ്ങളെ പിൻപറ്റുന്നവരും വേഗത കൂടും. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ വാക്കാണ് ശത്രുവിന് ബലം കൊടുത്തത്. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ ഗ്രീക്കിൽ പിശാചിന് കൊടുത്തിരുന്ന വാക്ക് സ്വത്രം ഹാൻഡിക്യാപ്പ് എന്നാണ്. അംഗവൈകല്യൻ ഉള്ളവൻ അല്ലേ? അതിലെ മലത്തിലെ ബസ്സിലെ കയറുമ്പോൾ സീറ്റ് റിസർവ് ഫോർ വികലാംഗൻ. അതാണ് ഗ്രീക്കിൽ കൊടുത്തിരുന്ന വാക്ക്. പിശാജ് എന്തുവാ? വികലാംഗൻ. പിശാജ് ഇങ്ങനെ ഫിയറിംഗ് വന്നിട്ട് മോർണിംഗ് 5 മണി. സ്വത്രം. പിശാജ് ഇങ്ങനെ വികലാംഗനായിട്ട് ക്രച്ചസ് ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങളെ തൊടാൻ പോലും പറ്റത്തില്ല. പല്ലും പോയി ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേഗത്തിൽ പോകും, പിന്നിൽ വരുന്ന ശത്രുവിന് വേഗത ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അവന്റെ ശരീരത്തിന് ശക്തി ലഭിച്ചു. നിങ്ങളാണ് അവന് ആയുധം കൊടുത്തത്. വാക്ക് പറഞ്ഞ് അതിനെ തിരിച്ചെടുക്കുക. യേശുവിൻ നാമത്തിൽ വിശ്വ ദൈവമക്കൾ മാത്രം കൈകൾ അടിച്ച് ദൈവത്തെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. ഇനി അടുത്തതായിട്ട്
ഒരു വാക്കോട് വായിക്കാൻ പോകുക. വായിച്ചാട്ടെ ബ്രദർ. ശ്രദ്ധിക്കണമേ, ഏകന്റെ ഭീഷണിയാൽ 1000. നിങ്ങൾക്കറിയാമോ ഈ വാക്തത്വം ആർക്കുള്ള വാക്തമായിരുന്നു? പറഞ്ഞാട്ടെ, നിങ്ങളിൽ ഒരുവൻ. അത് ആർക്കുള്ള വാക്തത്വമായിരുന്നു? ഒന്നുറക്കെ പറഞ്ഞാട്ടെ. നിങ്ങൾക്കുള്ള വാക്തത്വമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വാക്തത്വം അവൻ നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്കുള്ള വാക്തത്വം അവൻ നിങ്ങൾക്കെതിരായിട്ട്, അവന്റെ ഒരാളിപ്പോ നിങ്ങൾ 1000 ഓടിക്കുമെന്ന്. കള്ള പിശാച്. സ്വത്രം. നിങ്ങളോട് പറഞ്ഞ വാക്തത്വമാണ് നിങ്ങളുടെ കുടുംബത്തിനെതിരായി അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിനെതിരെ ചെയ്യേണ്ടത് അവൻ നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ ഇതിന്റെ മിഡിൽ ഗ്രൗണ്ട് ഇല്ല. ഒന്നുകിൽ നിങ്ങൾ അവനെ ഓടിക്കും, അല്ലെങ്കിൽ അവൻ നിങ്ങളെ ഓടിക്കും. ഈ രാത്രി ഏതായാലും നമുക്ക് അവനെ ഓടിക്കാം. സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം ഒരു ആമീൻ പറഞ്ഞാട്ടെ. അവനെ. ഞാൻ ചുമ്മാ തിയറി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇവിടെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്താത്മ ശക്തം ഇടപെടുക. നിങ്ങളുടെ വാക്തത്വം അവൻ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചത് ഈ പകക്കെ തിരിച്ചെടുക്കുക. അവന്റെ അടിപ്പിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ താഴ്ചയല്ല, ഉയർച്ച പ്രാപിക്കാൻ പോകുകയാണ്. എന്നെ തൊടുന്നവൻ ദൈവത്തെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടും. ഞാൻ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും പടരും. ഈ പകക്കെ വാക്തത്വം വെച്ച് പറഞ്ഞാട്ടെ. Come on, church, somebody shout hallelujah. Hallelujah. സ്വത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പോകുകയാണ്. പക്ഷെ അതിനു മുൻപ് ദൈവം ഒരു വാക്കിന് പകർക്കാൻ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ വാക്തത്വം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ അവൻ അത് പിടിച്ചെടുത്ത് നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കും. Are you ready for this? എന്റെ തല എണ്ണയും കൊണ്ട് നിറയും. അവന്റെ തല എണ്ണയും കൊണ്ട് അഭിഷേകം ചെയ്യും. അവങ്കിലേക്ക് നോക്കിയവർ അവരുടെ മുഖം. എനിക്കുള്ള വാക്തത്വമാണത്. സ്തോത്രം 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 സ്തോത്രം. രാജാക്കന്മാരുടെ മുമ്പിൽ ഞാൻ നിന്നെ നിർത്തും. ഊടാരാമന ഹൽക്കജാന, ഞാനത് ഏറ്റെടുക്കുകയാണ്. ഊടാരാമ ശിന്തനോറിയ, രാജ്യങ്ങളെ നീ സ്പർശിക്കും. ഞാനത് ഏറ്റെടുക്കുകയാണ്. നിങ്ങളൊന്നും ഏറ്റെടുക്കല്ല. പിശാച് നിങ്ങൾക്കെതിരായി ആ വാക്തത്വം ഏറ്റെടുക്കാൻ പോകുകയാണ്. Are you ready today? Hallelujah. Today is a day of deliverance. Do not let the devil steal your promise. നിങ്ങളുടെ അനുഗ്രഹം അവൻ എടുക്കുവാൻ സമ്മതിക്കരുത്. നിങ്ങളിൽ ഒരുവൻ 1000, രണ്ടുപേർ 10,000 ഓടിക്കും. നിങ്ങൾക്കുള്ള വാക്തത്വമാണ്. ഹല്ലേലൂയ. ശിശുക്കളുടെ മുല കുടിക്കുന്ന ഒരു നാവിൽ യഹോവ ബലം നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച അതേ ആത്മാവ് ദൈവം നിങ്ങളിൽ പകർന്നിരിക്കുകയാണ്. വിശുദ്ധ ദൈവമക്കളാമി പറഞ്ഞാട്ട് the same. Somebody shout amen. The same spirit. Udaraba shakandaraba koshinduniyo ramanagajanaasikiya. നിൽക്കുവാൻ സാധിക്കയില്ല. വാക്തത്വം ഏറ്റെടുത്താട്ടെ. ഈ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കുമുള്ളതാണ്. വിശ്വസിച്ചാട്ടെ. Somebody shout. Oh baba kashindriyo sikanyama sikanoshike ramakoshia. നിങ്ങൾക്ക് നമ്മുടെ വാക്തത്വമായിരുന്നു ദേശത്തിന് ഭീതി ഉണ്ടാക്കുമെന്ന്. Come on. ഇപ്പോൾ നമ്മൾ മറ്റവരുടെ ഭീതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തിരിച്ചെടുക്കാൻ പോകുക. നമ്മുടെ വാക്തത്വമായ ദേശത്തിൽ പടരുമെന്ന് ഇപ്പോൾ പല മതങ്ങളും പടർന്നുകൊണ്ടിരിക്കുക. തിരിച്ചെടുക്കാൻ പോകുകയാണ്. നമ്മുടെ വാക്തത്വം വിട്ടുകൊടുക്കരുത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ വാക്തത്വമായിരുന്നു പിശാച്. നിങ്ങൾക്കറിയാമോ, ഞാൻ തൊട്ടൊന്നും പറയുന്നില്ല. ശിഥിലാത്തിലെ കെട്ട് പൊട്ടിക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു. ഈ നാട്ടിൽ കേരളത്തിൽ അമേരിക്ക എന്നുള്ള പണം ഇഷ്ടം പോലെ ഒഴുകുന്ന, വെള്ളക്കാര് പോലും വന്ന് പണിയെടുത്ത് കൊടുക്കുന്ന ചില പ്രത്യേക സംഘടനകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, നമുക്കുള്ള വാക്തത്വമായിരുന്നു. ജാതികളുടെ നിക്ഷേപം നിങ്ങളുടെ അടുക്കെത്തും. സ്തോത്രം. ഈ പകൽക്കാൽ തിരിച്ചെടുക്കാൻ പോകുകയാണ്. Are you ready? Somebody shout hallelujah. Are you ready, brothers?
നിങ്ങളുടെ വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ, പിടിച്ചെടുത്താട്ടെ, പിടിച്ചെടുത്താട്ടെ, പിടിച്ചെടുത്താട്ടെ. ഓ സ്തോത്രം, സ്തോത്രം. മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഓ റബക ശബ്ദനാസിയ. സമ്പത്ത് മടങ്ങി വരട്ടെ, അനുഗ്രഹം മടങ്ങി വരട്ടെ, ഉറപ്പ് മടങ്ങി വരട്ടെ, അഭിഷേകം മടങ്ങി വരട്ടെ. നമ്മളുടെ വാഗ്ദത്തം പിശാച് എടുത്തു, തിരിച്ചെടുത്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഇരിക്കണ്ട, നിന്നോ. ഇനി നിൽക്കുന്നവർ നിന്നാട്ടെ പ്ലീസ്. ദൈവത്താൽമ ശക്തമായി ഇടപെടുന്നു. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തമാണ് അവനിപ്പോ അവന്റെ ആയുധമായിട്ട് എടുത്തിരിക്കുന്നത്. Are you ready to cancel it? ശുശ്രൂഷക്കെതിരെ വന്ന ശത്രുവിനെ വിരുന്നുകൊണ്ട് തകർത്ത് കയറ്റരുത്. പുറത്താക്ക്, പുറത്താക്ക്, പുറത്താക്ക്. വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പിശാചിന്റെ കള്ളം നിങ്ങൾ മറക്കുന്നു, നിന്റെ വ്യാജം ഞങ്ങൾ മറക്കുന്നു, നിന്റെ പാപത്യം ഞങ്ങൾ മറക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് മാറാത്ത ദൈവത്തിലാണ്. ആ വികാരം ഇസ്രായേലിന് ഫലിക്കയില്ല. രക്ഷണവിദ്യ യാക്കോബിന് ഏൽക്കുകയില്ല. വിശുദ്ധ പറഞ്ഞാട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് കാര്യങ്ങൾ കണ്ടു, ഇതിന്റെ അപ്പുറം നീ പോകുകയില്ല. അങ്ങനെ അനേകം ഇവിടെ വന്ന് നിന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വചനം എന്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്. ശക്തിയിൽ നിന്ന് ശക്തിയിലേക്കും, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കും, കൃപയിൽ നിന്ന് അടുത്ത കൃപയിലേക്കും ദൈവത്തിനെ വളർത്താൻ പോകുകയാണ്. പറഞ്ഞാൽ come on, receive it. Hallelujah. എല്ലാ ദൈവമക്കളും പറഞ്ഞാട്ടെ. ഓ പിശാചേ, നിന്നെ ഞങ്ങൾ തള്ളിക്കളയുന്നു. ഇത്ര നാളും ഞങ്ങള് നിന്റെ പീഡനത്തോട് ചാഞ്ഞു നിന്നു, ചാഞ്ഞു നിന്നു, ചാഞ്ഞു നിന്നു. ചെയ്യുന്ന വഴിക്കാരം ഡൈവോഴ്സ്. ഞങ്ങൾ ബന്ധം നിഷേധിക്കാൻ പോകുകയാണ്, ബന്ധം വിഭജിക്കാൻ പോകുകയാണ്. ഞങ്ങൾ ചാരാൻ പോകുന്നത് നിന്റെ പോരാട്ടത്തോടല്ല, നിന്റെ മന്ത്രവാദത്തോടല്ല, നിന്റെ കള്ളത്തോടല്ല. ഞങ്ങൾ ചാരാൻ പോകുന്നത് ദൈവത്തോടാണ്, ദൈവത്തെ വചനത്തോടാണ്, ദൈവത്തെ പരിശുദ്ധമാനോടാണ്. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ വിശ്വസിക്കുന്ന അടുത്ത നാളുകളിൽ സ്വന്തം മില്യൻസിന് മുമ്പിൽ ദൈവം നിർത്താൻ പോകുകയാണ്. രാജ്യങ്ങളെ ദൈവം നേടാൻ തരാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഓ are you happy? ഓ സ്തോത്രം. ഇതുവരെ പറഞ്ഞാട്ടെ, ദൈവമേ, യേശുവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ വചനത്തോടെ അങ്ങയോട് അറ്റിച്ചേർന്ന് കൂടെ നടക്കാൻ പോകുക. ചലിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചലിക്കും, സംസാരിക്കുമ്പോൾ ഒരുമിച്ച് സംസാരിക്കാം. ഹല്ലേലൂയ. പിശാചേ goodbye, സാത്താന്റെ ശക്തിയെ goodbye, യേശുവിന്റെ നാമത്തിൽ. ഓ ദൈവമേ, നിനക്ക് ഗുഡ് ബൈ എന്ന് അവനോട് പറയാൻ പാടില്ല. അവനെന്തിനാ ഗുഡ് ബൈ, ബാഡ് ബൈ. ഹല്ലേലൂയ. പിശാചേ ഗുഡ് ബൈ പോലും തന്നു വിടുന്നില്ല. സ്വന്തം സ്വന്തം ഞങ്ങളുടെ കുടുംബത്തിന് ഇഷ്ടം തകർത്തു. നിനക്ക് വേണ്ടി ഗുഡ് ബൈ അല്ല, ചവിട്ടി പുറത്താക്കണയാ. ഓരോ ശബ്ദമറിയാ. Praise the Lord.
പോകുകയാണ്. സഹോദരന്മാർ കൈകൾ കോർത്ത് പിടിച്ചാട്ടെ. സഹോദരന്മാർ കൈകൾ കോർത്ത് പിടിച്ചാട്ടെ. എന്റെ ബോൺ മാരോ മലയോട്ട് എന്താ പറയുന്നത്? അസ്ഥി മച്ചിലേക്ക് ഇത് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. എന്റെ ബ്ലഡ് ഇപ്പോൾ ശുദ്ധമായിക്കൊണ്ടിരിക്കുക. എന്റെ നരമ്പുകൾ ശുദ്ധമായിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അവൻ തന്നെ വചനമായിട്ട് അവർക്ക് സൗഖ്യം കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, ഭാവിയിലേക്ക് വേണ്ടി. എനിക്കറിയത്തില്ല എന്തോ സംസാരിക്കാമെന്ന്. പക്ഷേ ഭാവിയെ അഭിഷേകം ആയിരിക്കും നാളെ രാവിലെ പത്രത്തെ എടുക്കാൻ പോകുന്ന വിഷയം. ഇന്ന് വാക്ക് ഇവിടെ പറയുന്ന വാക്കുകൾ അടുത്ത തലമുറ വിടുവിക്കാൻ തുടങ്ങിയാണ്. തലമുറയ്ക്കപ്പുറം വ്യാപരിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ഉപദ്രവിച്ചവനെ, പീഡിപ്പിച്ചവനെ ഞങ്ങൾ ആശ്രയിച്ചു, പലപ്പോഴും വിശ്വസിച്ചു. ഞങ്ങളുടെ തെറ്റായി, ഞങ്ങളുടെ തെറ്റെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ മടങ്ങി വരികയാണ്. മടങ്ങി വരികയാണ്. ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത് പീഡിപ്പിക്കുന്നവനെയല്ല, വിടുവിക്കുന്നവനെ, രോഗം വിടുന്നവനെയല്ല, സൗഖ്യമാക്കുന്നവനെ, തകർക്കുന്നവനെയല്ല, പൊട്ടിക്കുന്നവനെ ഞങ്ങൾ വിശ്വസിക്കാൻ കഴിയാണ്. ഞങ്ങൾ പറഞ്ഞു കുതിര മുകളിൽ പറന്നു പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറന്നുപോയി. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നിന്ന് ഫലം കഴിക്കാൻ കഴിയാണ്. ഞങ്ങളെപ്പോൾ ഓടിപ്പോകത്തില്ല. അതുകൊണ്ട് ദൈവം അവർ ഇന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വാസത പറയുന്ന വാക്ക്, അതുകൊണ്ട് നിങ്ങളുടെ വിടുതൽ നടക്കാൻ തുടങ്ങിയ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വിടുതത്തിന് മീതെ വിളിച്ചു പറഞ്ഞാട്ടെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മീതെ വിളിച്ചു പറഞ്ഞാട്ടെ, ശുശ്രൂഷയ്ക്ക് മീതെ വിളിച്ചു പറയും. ഇന്ന് രാത്രിക്കാൻ ദൈവം വിശ്വസിച്ചു. ഇവിടെ വലിയ വിടുതലുകൾ നടക്കാൻ പോകുക. കാരണം വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. യേശു കണ്ടു കഴിഞ്ഞു. വിശ്വസിക്കുന്ന യഹൂദന്മാർ ഇവിടെയുണ്ട്. അവരോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ പറഞ്ഞ വാക്ക് നിമിത്തം നിന്റെ കുടുംബത്തിന് വിടുതലുണ്ടാകാൻ പോകുകയാണ്. അവിടുന്ന് ചെയ്തിരിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ കാലിന് നാമമില്ല, കൈകൾക്ക് ചങ്ങലയില്ല, ഞങ്ങളുടെ കുടുംബത്തെ ശത്രു കയറുകയില്ല. ഞങ്ങളിൽ വല്ല കുറവ് വന്നെങ്കിൽ അത് യേശുക്രിസ്തു രക്തം കൊണ്ട് ദൈവം ഇത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിശാചേ ആ കുറവ് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ കയറുവാൻ നിനക്ക് അനുവാദമില്ല. സ്തോത്രം. ഞങ്ങൾ ജയാളികളാ. ഞങ്ങളുടെ കുടുംബം ജയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. We are blessed by the Lord. കർത്താവിന്റെ പകൽക്കാൻ കെട്ടുകൾ പൊട്ടിക്കഴിഞ്ഞു. ഈ സമയം ദൈവമക്കൾ വിശ്വസിക്കുന്നവർ ഒന്ന് കൈ അടിച്ച് ആരാധിച്ച ശേഷം ആരൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളെ തൊട്ട് പ്രാർത്ഥിച്ചോ, അനുഗ്രഹിച്ചോ.
ഇനി കരയുന്നില്ല. തക്ക സമയത്തേക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തേക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ആരൊട്ടും പിന്നാറില്ല വിശ്വാസച്ചുവരുള്ള മുന്നോട്ട് മുന്നോട്ട്. ആരൊട്ടും പിന്നാറില്ല വിശ്വാസച്ചുവരുള്ള മുന്നോട്ട് മുന്നോട്ട്. പാപത്തിലോ ഞാൻ അതിരയല്ല. രോഗത്തിലോ ശാപത്തിലോ പാപത്തിലോ ഞാൻ അതിരയല്ല. ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്നാറില്ല വിശ്വാസത്തുവരുന്ന മുന്നോട്ട്. ഞാനൊട്ടും പിന്നാറില്ല വിശ്വാസത്തുവരുന്ന മുന്നോട്ട് മുന്നോട്ട്. ഭയപ്പെടില്ല. ജയിക്കുമെന്ന് ഭാവി നശിക്കുമെന്ന് ഒരിക്കലും ഭയപ്പെടില്ല. നിശ്ചയം എനിക്കുണ്ട്. Be a part. Be a blessing.